ഗുഡ് മോർണിംഗ്. എൻ്റെ പല TBTകളും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രാവശ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരു വിഷയവുമായാണ് എപ്പോഴും TBTയിൽ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നത്തെ TBTയിൽ ഞാൻ പുതുതായി പ്രവേശിച്ച കമ്പനിയുടെ ആദ്യത്തെ TBT ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നത് കാരണം മുൻ എപ്പിസോഡുകളിൽ എനിക്ക് തോന്നുന്നു എൻ്റെ മലയാളം ടൂൾ ബോക്സ് ടോക്ക് എന്ന യൂട്യൂബ് പരമ്പരയുടെ 17 എണ്ണം കഴിഞ്ഞു. ഇത് എപ്പിസോഡ് 18 മൊത്തം വീഡിയോകൾ എടുക്കുകയാണെങ്കിൽ എൻ്റെ 319 വീഡിയോയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ 17 എപ്പിസോഡുകളിൽ കേട്ട ചില കാര്യങ്ങളിൽ ചിലത് ആവർത്തിച്ചേക്കാം. പക്ഷെ അതൊരിക്കലും വിരസമാക്കാൻ വേണ്ടിയല്ല, പറഞ്ഞു കേട്ടവ ഒരിക്കൽ കൂടി മനസ്സിൽ പതിയുന്നതിന് വേണ്ടിയാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ അണ്ടർലൈൻ ചെയ്യണമെങ്കിൽ, തലയിൽ അടിവരയിടണമെങ്കിൽ, തലയ്ക്കുള്ളിലെ തലച്ചോറിൽ അടിവരയിടണമെങ്കിൽ, ഹൃദയത്തിൽ അടിവരയിടണമെങ്കിൽ നാം കേട്ടത് ഒരു തവണ കൂടി കേൾക്കുകയോ അല്ലെങ്കിൽ എഴുതുകയോ ആവർത്തിച്ച് പറയുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ കേൾക്കുക. അപ്പോൾ ഞാൻ തുടങ്ങുകയാണ്. എൻ്റെ TBT നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എവരോടും കൂടി ചോദിക്കുന്ന ഒരു ചോദ്യം, TBT എന്ന് പറഞ്ഞാൽ എന്താണ്? TBT എന്നുള്ളതിൻ്റെ ഫുൾ ഫോം, മുഴുവൻ പൂർണ്ണരൂപം എന്താണ്? ഇത് ഞാൻ യഥാർത്ഥ ഫാബ്രിക്കേഷൻ ഫാക്ടറിക്കുള്ളിൽ വെച്ചല്ല ചെയ്യുന്നത് എന്നറിയാം. അവർക്ക് വേണ്ടി ചെയ്യുന്നതായതിനാൽ TBTയുടെ ചില നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഞാൻ പോലും ഇവിടെ നിൽക്കുന്നത്. ഇതൊരു ഫാക്ടറി അല്ലാത്തതിനാൽ ഇതെന്റെ ഭവനമാണ്. യഥാർത്ഥ TBTയുടെ സമയത്ത് ഏത് വസ്ത്രം, ഏത് PPE ധരിക്കണമോ ആ PPEയുമായിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ നിൽക്കുന്നത്. വിഷയത്തിൽ മാറിപ്പോകുന്നതിനാൽ ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. TBT എന്നുള്ളതിന്റെ അർത്ഥമെന്ത്, അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണരൂപമെന്ത്? TBT എന്നുള്ളതിന്റെ പൂർണ്ണരൂപം ടൂൾ ബോക്സ് ടോക്ക് എന്നുള്ളതാണ്. നിങ്ങളിൽ എത്ര പേർ ടൂൾ ബോക്സ് ടോക്ക് കേട്ടിട്ടുണ്ട് എന്നെനിക്കറിയില്ല. പലരും വിദേശത്ത് ജോലി ചെയ്തിട്ടുള്ളവരാണ്. അപ്രകാരമുള്ളവർക്ക് TBTയെ കുറിച്ച് അറിയാൻ സാധിക്കും. ടൂൾ ബോക്സ് ടോക്ക് എന്ന് പറയുമ്പോൾ ആ ഇംഗ്ലീഷ് വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ടൂൾ ബോക്സ് തുറക്കുന്നതിന് മുമ്പ് കേൾക്കേണ്ട ഒരു ടോക്കാണ്. അതായത് TBT അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണരൂപമായ ടൂൾ ബോക്സ് ടോക്ക്. യഥാർത്ഥത്തിൽ സേഫ്റ്റിയെ കുറിച്ചാണ് പറയേണ്ടത്, സുരക്ഷയെക്കുറിച്ചാണ് പറയേണ്ടത്. ഞാനും അപ്രകാരം സുരക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. എങ്കിലും എൻ്റെ എല്ലാ TBTകളിലും ചില കാര്യങ്ങൾ മിശ്രണം ചെയ്യപ്പെടാറുണ്ട്. ഒരു TBTയിൽ സുരക്ഷ മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു ഫാബ്രിക്കേഷൻ പണിശാലയ്ക്കുള്ളിലെ
കൾച്ചർ, സംസ്കാരം എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. ഈസി മെത്തേഡ്സ്, എളുപ്പമുള്ള വഴികളെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. അന്നത്തെ പ്രൊഡക്ഷൻ, ഉൽപാദനം എന്തായിരിക്കണമെന്ന് പറയാറുണ്ട്. ഇന്നലത്തെ തെറ്റുകൾ എന്തായിരുന്നു എന്ന് വിശകലനം ചെയ്യാറുണ്ട്. കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുന്ന രീതിയിൽ ഫാബ്രിക്കേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ എപ്രകാരമായിരിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. അതുകൊണ്ട് സുരക്ഷയ്ക്കിടയിൽ മിശ്രണം ചെയ്ത് ഇപ്രകാരമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. അപ്പോൾ തുടങ്ങുകയാണ്. ഞാൻ തുടങ്ങിയപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ആ ഇംഗ്ലീഷ് വാക്ക്, ആംഗലേയ പദം ഞാൻ എന്തുകൊണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ, എല്ലാ ടൂൾ ബോക്സ് സ്റ്റോക്കുകളും തുടങ്ങുന്നത് പ്രഭാതത്തിലാണ്. നൈറ്റ് ഷിഫ്റ്റ്, രാത്രിയിലെ ഷിഫ്റ്റ് ഞാനിവിടെ തൽക്കാലം ഓർമ്മപ്പെടുത്തുന്നില്ല. നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ നൈറ്റ് ഷിഫ്റ്റിൽ ഒരു ടൂൾ ബോക്സ് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. ഒരു സ്റ്റാൻഡേർഡുള്ള കമ്പനിക്ക്, ഏത് കമ്പനിക്കും ഒരു TBT അല്ലെങ്കിൽ ടൂൾ ബോക്സ് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. സർവ്വസാധാരണമായി പകൽ തുടങ്ങുന്നതിനാലും ആ തുടങ്ങുന്ന സമയത്ത് ടൂൾ ബോക്സ് സ്റ്റോക്ക് തുറക്കുന്നതിന് മുമ്പ് കേൾക്കേണ്ട ടോക്കായതിനാൽ, ആയുധപ്പെട്ടി തുറക്കുന്നതിന് മുമ്പ് കേൾക്കേണ്ട പ്രഭാഷണമായതിനാൽ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു തുടങ്ങി. ഓക്കെ, ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ആരും തിരിച്ച് ആവർത്തിച്ച് പലപ്പോഴും സജീവമായ ടൂൾ ബോക്സ് സ്റ്റോക്കുകൾക്കിടയിൽ ഞാൻ കേൾക്കാറില്ല. ആ പ്രതികരണം കൂടി നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളതിന്റെ പ്രതികരണമായി മറുപടി കൂടി യഥാർത്ഥ ടൂൾ ബോക്സ് സ്റ്റോക്കിന്റെ സമയത്ത് പറയേണ്ടതുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു തുടങ്ങിയത്, ഞാൻ ടൂൾ ബോക്സ് സ്റ്റോക്കിന്റെ ആദ്യത്തെ നിയമം ലംഘിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ അത് ഗുരുതരമായ പ്രശ്നമല്ല. കാരണം ഇത് ടൂൾ ബോക്സ് സ്റ്റോക്ക് നടത്തേണ്ട സ്ഥലത്തിനുള്ള വ്യക്തികൾക്ക് മാത്രം അയച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണിത്, ഒരു വീഡിയോയാണിത്. യഥാർത്ഥ ഫാക്ടറിക്കുള്ളിൽ നടക്കുന്ന ടൂൾ ബോക്സ് സ്റ്റോക്ക് അല്ല. യഥാർത്ഥ ടൂൾ ബോക്സ് സ്റ്റോക്ക് തുടങ്ങുന്ന നിമിഷം മുതൽ ഏവരും PPE ധരിച്ചിട്ടായിരിക്കണം നിൽക്കേണ്ടത്. ടൂൾ ബോക്സ് സ്റ്റോക്കിന്റെ സമയത്ത് ഏവരും സംശയിക്കാൻ വഴിയുണ്ട്, എന്തിനാണ് PPEയുടെ ആവശ്യം? കാരണം ടൂൾ ബോക്സ് സ്റ്റോക്ക് ഒരു പ്രഭാഷണമാണല്ലോ. സംസാരിക്കുന്നയാളും പ്രഭാഷണം നടത്തുന്നു, മറ്റുള്ളവരാണെങ്കിൽ കേൾക്കുന്നു. ഇവിടെ സേഫ്റ്റിക്ക്, സുരക്ഷയ്ക്ക് എന്ത് പ്രാധാന്യം? അതുകൊണ്ട് PPE ധരിക്കേണ്ടത് എന്തിനെന്ന് ചിലരെങ്കിലും സംശയിച്ചു പോയേക്കാം. എന്നെ കേൾക്കുന്ന ചിലർക്കെങ്കിലും PPE എന്നുള്ളതിന്റെ പൂർണ്ണരൂപം, ഫുൾ ഫോം അറിയില്ല എന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് അവർക്ക് വേണ്ടി കൂടി ഞാൻ PPE കുറിച്ച് പറയുകയാണ്. TBTയുടെ ഫുൾ ഫോം അറിയാഞ്ഞതുപോലെ, ഇപ്പോൾ അറിഞ്ഞതുപോലെ PPEയുടെ ഫുൾ ഫോം കൂടി പറഞ്ഞു തരികയാണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, അതാണ് PPEയുടെ ഫുൾ ഫോം, പൂർണ്ണരൂപം. ഓരോ വ്യത്യസ്ത വർക്കുകൾക്കും ഫാബ്രിക്കേഷൻ ഫീൽഡിലുള്ളവർക്കുള്ള PPEയിൽ നിന്ന് വ്യത്യസ്തമാണ്, ലേശം വ്യത്യസ്തമാണ് സിവിൽ ഫീൽഡിലുള്ളവരുടെ PPE. സിവിൽ ഫീൽഡിലുള്ളവരിൽ നിന്ന് ലേശം വ്യത്യസ്തമാണ് ഇലക്ട്രോണിക്സിലുള്ളവരുടെ PPE. അതിൽ നിന്ന് ലേശം വ്യത്യസ്തമാണ് മെഷീനിങ് ഫീൽഡിലുള്ളവരുടെ PPE. അപ്രകാരം തന്നെ ഓരോ ഫീൽഡിലുള്ളവരുടെയും PPEകൾക്ക്, അത് ഇലക്ട്രിക്കൽ ഫീൽഡ് ആവട്ടെ, അത് കുക്കിംഗ് ഫീൽഡ് ആവട്ടെ, ഓഫീസ് ലെവലിലുള്ള ഫീൽഡ് ആവട്ടെ, ഒഫീഷ്യൽ വർക്ക് ആവട്ടെ, അതിനെല്ലാം PPE ലഘുവായി വ്യത്യാസപ്പെടുന്നു. പക്ഷെ ഇത് ഫാബ്രിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, ഫാബ്രിക്കേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനി ആയിരിക്കുന്നതിനാൽ ഏത് ജോലിയിലുള്ളവരായാലും ഏകദേശം ഫാബ്രിക്കേഷനുമായി റിലേറ്റഡ് ആണ്. മുഖ്യ ജോലി ഇവിടുത്തേത് ഫാബ്രിക്കേഷനാണ്. അപ്പോൾ ഫാബ്രിക്കേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള PPE ആണ് ഞാൻ പറയുന്നതെങ്കിലും മറ്റുള്ളവർക്ക് കൂടി അത് പൂർണ്ണമായിട്ടോ ലേശം അപൂർണമായിട്ടോ
ബാധകമാണ്. അവർ ആ PPE കൂടി ധരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഫാബ്രിക്കേഷൻ ഫീൽഡിലുള്ളവർക്കുള്ള PPE ഞാനിവിടെ പറയുകയാണ്. PPE എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള പ്രൊട്ടക്റ്റീവ്, നമ്മളെ സംരക്ഷിക്കുന്ന എക്യുപ്മെന്റ്, വസ്തുക്കളാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അത് മുഖ്യമായിട്ടും 4 എണ്ണമാണ് ഉള്ളത്. ചില കമ്പനികൾ അതിനെ 5 എണ്ണമാക്കി തീർക്കാറുണ്ട്. ജോലിയുടെ സ്വഭാവവും, ഞാൻ മുമ്പ് പറഞ്ഞു, ഫാബ്രിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമാണ് സിവിൽ ഫീൽഡിലുള്ള PPE, സിവിലിൽ നിന്ന് വ്യത്യസ്തമാണ് ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ള. അപ്പോൾ അതിനനുസരിച്ച് PPEകൾക്ക് വ്യത്യാസം വരുന്നതനുസരിച്ച് കമ്പനികളും PPEകളുടെ എണ്ണം കൂട്ടാറുണ്ട്, കുറയ്ക്കാറുണ്ട്. മാൻഡേറ്ററി ആയിട്ടുള്ള, അതായത് തീർച്ചയായിട്ടും ധരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന, സദാസമയവും നിഷ്കർഷിക്കുന്ന 4 PPEകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവയെ മണ്ടേറ്ററി PPE എന്നും പറയുന്നു. എന്നാൽ ഓക്സിലറി PPE എന്ന് പറയുന്ന മറ്റൊരു PPE ഉണ്ട്. അത് എപ്പോഴും ധരിക്കേണ്ടതായിട്ടില്ല, ആവശ്യമായ സന്ദർഭങ്ങളിൽ മാത്രം. അപ്പൊ അതുകൊണ്ട് ഓക്സിലറി PPEകളെ കുറിച്ച് ഞാൻ എൻ്റെ അടുത്ത മലയാളം ടൂൾ ബോക്സ് ടോക്ക് എപ്പിസോഡിലെ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഇന്ന് ഞാൻ മണ്ടേറ്ററി PPEകളെ കുറിച്ച് പറയാം. PPEയിലെ മുകൾ മുതൽ താഴെ വരെ PPEകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ധരിക്കേണ്ട എക്യുപ്മെന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സേഫ്റ്റി ഹെൽമെറ്റ്, ഗോഗിൾസ്, കവറോൾ, ഏറ്റവും താഴെ സേഫ്റ്റി ഷൂ. അതിൽ ഞാൻ PPE പറയാൻ യോഗ്യത ഇപ്പോൾ ഇല്ല എന്നുള്ളത്, ഈ പറഞ്ഞ ഒരു PPEയും ഞാൻ ധരിച്ചിട്ടില്ല. അതിന്റെ ന്യായീകരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആ ന്യായീകരണം പരിപൂർണമായും ശരിയാണ്. ഇതൊരു ഫാക്ടറിയല്ല, ഫാക്ടറിയിലുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ മാത്രമാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും സംശയിച്ചേക്കാം, ഒരു PPE ഞാൻ ധരിച്ചിട്ടുണ്ട് നിങ്ങളിൽ ചിലർ പറഞ്ഞേക്കാം. അതായത് ഗോഗിൾസ് എന്ന് നിങ്ങളിൽ ചിലർ ന്യായീകരണം പറഞ്ഞേക്കാം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗോഗിൾസ് പോലും ധരിച്ചിട്ടില്ല. ഇത് ഗോഗിൾസ് അല്ല, ഇത് എൻ്റെ കണ്ണിന്റെ കാഴ്ചക്കുറവുകൊണ്ട് ഞാൻ വെച്ചിരിക്കുന്ന ലെൻസുള്ള ഗ്ലാസ് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഒരു ഫാബ്രിക്കേഷൻ ഫാക്ടറിക്കുള്ളിൽ കടക്കുമ്പോൾ സേഫ്റ്റി ഹെൽമെറ്റിനോടൊപ്പവും കവറോളിനോടൊപ്പവും സേഫ്റ്റി ഷൂവിനോടൊപ്പവും ധരിക്കേണ്ട ഒരു PPE ആണ് സേഫ്റ്റി ഗോഗിൾസ്. അപ്പോൾ നിങ്ങൾ സംശയിക്കാം, ഞാൻ സേഫ്റ്റി ഗോഗിൾസ് ധരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ മറ്റു വസ്തുക്കൾ കാണാൻ പറ്റും, കാഴ്ചക്കുറവുള്ളത് കൊണ്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഗോഗിൾസ് ആണ് ഓവർ ഗ്ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോഗിൾസ്. അതായത് ഈ ലെൻസ് ധരിച്ചുകൊണ്ട് തന്നെ അതിന്റെ മുകളിൽ ധരിക്കാവുന്ന ഗോഗിൾസ് ഗ്ലാസ് ആണ്. അപ്പൊ 2 ഗ്ലാസ് അവർ ധരിക്കേണ്ടി വരും. ലെൻസുള്ള ഈ ഗ്ലാസും ഇതിന്റെ പിന്നാലെ വലിപ്പം കൂടിയ ഓവർ ഗ്ലാസും. ഈ ഗ്ലാസ് വയ്ക്കുക, അതിന്റെ മുകളിൽ വയ്ക്കുക. വളരെ നല്ല രീതിയിൽ സ്യൂട്ട് ആവുന്ന ഗ്ലാസ് ആണ് ഓവർ ഗ്ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലെൻസുള്ള ഗ്ലാസ് വയ്ക്കുക, അതിന്റെ പിന്നാലെ വയ്ക്കുക. ഇത് ധരിക്കണമെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ചെയ്യേണ്ട കടമ. അപ്പോ ധർമ്മ. പിന്നെ സേഫ്റ്റി ഗോഗിൾസുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ഒറ്റ കണ്ണടയിൽ തന്നെ ഗോഗിൾസ് കിട്ടുന്ന രൂപമുണ്ട്. ഇപ്പോ ഈ സാധാരണ കണ്ണട, ഇതിൽ ലെൻസിന്റെ ഏത് ക്വാളിറ്റിയുള്ള ലെൻസാണോ വെച്ചിരിക്കുന്നത് ആ ക്വാളിറ്റിയുള്ള ലെൻസ് സേഫ്റ്റി ഗോഗിൾസിൽ പിടിപ്പിച്ചിട്ട് അത് വെക്കുകയാണെങ്കിൽ ഒരു ഓവർ ഗ്ലാസിന്റെ ആവശ്യമില്ല. ഈ കണ്ണട എടുത്തു മാറ്റാം, ഗോഗിൾസ് വെക്കാം. അപ്രകാരമുള്ള ഗോഗിൾസുകളും ഇന്ന് ലഭ്യമാണ്. അത് ഇത്തിരി വില കൂടിയതാണെന്ന് മാത്രം. സാധാരണ എന്തുകൊണ്ടും വില കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതും ഈ കണ്ണടയ്ക്ക് മുകളിൽ ഓവർ ഗ്ലാസ് വയ്ക്കുന്ന പേരിൽ അറിയപ്പെടുന്ന ഗോഗിൾസ് വയ്ക്കുന്നത് തന്നെയാണ്. അപ്പോൾ സേഫ്റ്റി മണ്ടേറ്ററി PPE എന്ന് പറയുന്നത് സേഫ്റ്റി ഹെൽമെറ്റ് ആണ്, ഗോഗിൾസ് ആണ്, കവറോൾ ആണ്, സേഫ്റ്റി ഷൂ ആണ്. ഇത് ധരിച്ചിട്ട് വേണം ഫാക്ടറിക്കുള്ളിൽ കടക്കാൻ. ആരെങ്കിലും പറയാൻ സാധ്യതയുണ്ട്, എന്തിനാണ് സേഫ്റ്റി ഹെൽമെറ്റിന്റെ ആവശ്യം, എന്തിനാണ് ഗോഗിൾസിന്റെ ആവശ്യം, എന്തിനാണ് കവറോളിന്റെ ആവശ്യം, എന്തിനാണ് സേഫ്റ്റി ഷൂവിന്റെ ആവശ്യം, അപ്രകാരമുള്ള ഒരു ജോലി ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ എന്ന് സംശയിക്കാറുണ്ട്.
എനിക്ക് പറയാനുള്ളത് ഇത്രയും മാത്രമാണ്. അപകടം, ആക്സിഡന്റ് എവിടെ നിന്നും വരുന്നെന്നോ എങ്ങോട്ടേക്ക് പോകുന്നെന്നോ നമുക്കാർക്കും പറയാൻ പറ്റാത്ത രീതിയിൽ കാറ്റിനെ പോലെയാണ്. കാറ്റ് എവിടെ നിന്നും വരുന്നെന്നോ നമ്മുടെ കണ്ണുകൊണ്ട് പറയാൻ പറ്റുന്നില്ല. എവിടേക്ക് പോകുന്നെന്നോ കാറ്റിനെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ല. കാറ്റ് വരുന്നതിന്റെ ചില ചിഹ്നങ്ങളായി ചില ഇലകൾ അനങ്ങുന്നതും ചില വ്യതിയാനങ്ങൾ നമ്മൾ കാണുന്നതൊഴികെ നമുക്ക് കാറ്റ് അത് വായുവാണ്, അത് വരുന്നത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല. അതുപോലെ തന്നെയാണ് അപകടങ്ങളും എന്ന് ഓർത്തിരിക്കുക. നമ്മൾ പറയാറുണ്ട് എപ്പോഴും, അപകടങ്ങൾ, ആക്സിഡന്റുകൾ ഇവിടെയല്ലല്ലോ, അങ്ങ് ദൂരെ ആഫ്രിക്കയിലാണല്ലോ, അല്ലെങ്കിൽ അങ്ങ് ദൂരെ അമേരിക്കയിലാണല്ലോ സംഭവിച്ചത് എന്ന് പറയാറുണ്ട്. അതുമല്ലെങ്കിൽ അങ്ങ് ദൂരെ അന്യസംസ്ഥാനമായ ജമ്മു കാശ്മീരിലാണല്ലോ, അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിലാണല്ലോ എന്ന് പറയാറുണ്ട്. അതുമല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൽ നിന്ന് വ്യത്യസ്തമായ അടുത്ത ഏതെങ്കിലും ജില്ലകളുടെ പേര് പറഞ്ഞ് കോഴിക്കോടാണല്ലോ സംഭവിച്ചത്, അല്ലെങ്കിൽ തിരുവനന്തപുരത്താണല്ലോ സംഭവിച്ചത് എന്നൊക്കെ പറയാറുണ്ട്. അതുമല്ലെങ്കിൽ ഈ പറയുന്ന കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമായ അടുത്ത ഏതെങ്കിലും കമ്പനികളുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെയൊക്കെയാണല്ലോ സംഭവിക്കുന്നത്, ഇവിടെ എങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ന്യായീകരണം പറയുന്നവരുണ്ടാവാം. പ്രസ്തുത കമ്പനികളിലും പ്രസ്തുത ജില്ലകളിലെ കമ്പനികളിലും പ്രസ്തുത സംസ്ഥാനങ്ങളിലെ കമ്പനികളിലും പ്രസ്തുത രാജ്യങ്ങളിലെ കമ്പനികളിലുള്ളവരും രാവിലെ ഇപ്രകാരമുള്ള ഒരു ടൂൾ ബോക്സ് ടോക്ക് TBT കേട്ടിട്ട് ജോലി തുടങ്ങിയവരാണ്. പക്ഷേ ഇന്ന് അവരിൽ ചിലർ ഇല്ല, മരണപ്പെട്ടുപോയി. അല്ല എങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവരുടെ കൈകാലുകളിലെ ഏതെങ്കിലും ചില അവയവങ്ങളിലെ പകുതിയോ കാൽഭാഗമോ അവർക്ക് നഷ്ടപ്പെട്ടു. കൈവിരലായിട്ടോ കാൽവിരലായിട്ടോ കൈകായിട്ടോ കാലായിട്ടോ തന്നെ. ഇനി അഥവാ അപ്രകാരം സംഭവിച്ചില്ലെങ്കിൽ വളരെ ലഘുവായ മുറിപ്പാടുകളായിട്ട് ഇന്നും അവർക്ക് കിടപ്പുണ്ട്. അതുമല്ലെങ്കിൽ മുറിവുണ്ടായി ഏതെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇവരാരും ഇന്ന് എനിക്ക് ആക്സിഡന്റ് ഉണ്ടാവും, അപകടമുണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടല്ല ജോലിക്ക് വന്നത്. അപ്രതീക്ഷിതമായി അവർക്ക് അപകടമുണ്ടായി, അവിശ്വസനീയമായി അവർക്ക് അപകടമുണ്ടായി. അപകടത്തിന് തൊട്ട് ഒരു സെക്കൻഡ് മുമ്പ് വരെ അവർക്ക് എന്തുണ്ടായി എന്ന് പോലും അവർക്കറിയില്ല. ഒരു നിമിഷം അവർ ഇല്ലാതാകുകയാണ്. റോഡ് ആക്സിഡന്റുകളിൽ സംഭവിക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും ആൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അയാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് മിക്കവാറും പറയാൻ സാധിക്കുകയില്ല. ഒരു സെക്കൻഡിന് മുമ്പ് വരെ അയാൾ ജീവനുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു. ഒരു സെക്കൻഡിന് ശേഷം അയാൾ ശവം അല്ലെങ്കിൽ ശവം തന്നെയായി മാറുന്ന അവസ്ഥ നാം കണ്ടിട്ടുണ്ട്. നാം ഇന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നുവെങ്കിൽ, നമ്മൾ ആരോഗ്യത്തോടെ വർക്ക് ചെയ്യുന്നുവെങ്കിൽ, ആ ആരോഗ്യം നമ്മൾ 60-ാം വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോഴോ 70-ാം വയസ്സിൽ റിട്ടയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എത്രാം വയസ്സിലാണെങ്കിലോട്ടെ റിട്ടയർ ചെയ്യുന്ന സമയം വരെയല്ല, അതും കഴിഞ്ഞ് നീണ്ടു നിൽക്കണം എന്നുള്ളതിന് ഒരു തെളിവായിട്ട് എനിക്ക് പറയാനുള്ളത് ആക്സിഡന്റിനെ 2 തരത്തിൽ, അപകടങ്ങളെ 2 തരത്തിൽ വിഭജിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിഷയത്തിൽ ഇതിനകന്നു പോകും എന്നുള്ളതിനാൽ അത് പെട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ PPEയിലേക്ക് കടന്നു വരാം. ആക്സിഡന്റുകളെ, അപകടങ്ങളെ 2ആയി തിരിച്ചിട്ടുണ്ട്. അതിലൊന്ന് അതേ സ്പോട്ടിൽ, അതേ നിമിഷം, അതേ സെക്കൻഡിൽ കാണാൻ സാധിക്കുന്ന, അറിയാൻ സാധിക്കുന്ന അപകടങ്ങൾ, ഓൺ ദ സ്പോട്ടിൽ ഉത്തരം കിട്ടുന്ന ആക്സിഡന്റുകൾ, വിസിബിൾ ആയിട്ടുള്ള കാണാൻ സാധിക്കുന്ന അപകടങ്ങൾ. രണ്ടാമത്തത് ആ നിമിഷമോ ആ ദിവസമോ ആ ആഴ്ചയോ മാസമോ വർഷമോ കാണാൻ സാധിക്കാത്ത, എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ 60-ാം വയസ്സിലോ 70-ാം വയസ്സിലോ 80-ാം വയസ്സിലോ എത്രാം വയസ്സിലോ ആവട്ടെ റിട്ടയർ ചെയ്ത് വീടുകളിൽ സ്വഭവനത്തിൽ സ്വന്തം ഭാര്യയുടെ കൂടെ, സ്വന്തം ഭർത്താവിന്റെ കൂടെ, സ്വന്തം മക്കളുടെ കൂടെ, സ്വന്തം പിതാവിന്റെ കൂടെ, മാതാവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന ചില രോഗങ്ങൾ, അതായത് കണ്ണിന് കാഴ്ച ഇല്ലാത്ത അവസ്ഥ, ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, മൂക്കിലൂടെ പല ജാതി
പുകപടലങ്ങളും പൊടികളും ശ്വസിച്ചതിന്റെ ഫലമായി ശ്വാസകോശത്തിലും മറ്റു ഭാഗങ്ങളിലും വന്നു പിടിപെട്ടിട്ടുള്ള രോഗങ്ങൾ, ഇതൊക്കെ ഓൺ ദ സ്പോട്ടിൽ ഉത്തരം തരുന്ന ആക്സിഡന്റുകളല്ല, വർഷങ്ങൾക്ക് ശേഷം ഉത്തരം തരുന്ന ആക്സിഡന്റുകളാണ്. അതായത് ഗ്രൈൻഡ് ചെയ്യുന്ന ഒരാൾ മാസ്ക് വെക്കാതെ ഗ്രൈൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇയർ പ്ലഗ് വെക്കാതെ ഗ്രൈൻഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഗോഗിൾസ് വെക്കാതെ ഗ്രൈൻഡ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് സംഭവിക്കുന്ന ആക്സിഡന്റ് ചിലത്, ചെവിയുമായി ബന്ധപ്പെട്ട ആക്സിഡന്റ് വർഷങ്ങൾക്ക് ശേഷമേ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റൂ. മൂക്കുമായി ബന്ധപ്പെട്ട് അയാൾക്കുണ്ടാകുന്ന ആക്സിഡന്റ് വർഷങ്ങൾക്ക് ശേഷം അനുഭവപ്പെടും. ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥ ഒറ്റ നിമിഷം കൊണ്ട് സംഭവിക്കുന്നതല്ല. ആ ചെവിക്കുള്ളിലെ കർണപുടങ്ങൾ തകർന്ന് ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥ നിരന്തരമായ ഗ്രൈൻഡിങ്ങിന്റെ ശബ്ദം കൊണ്ട്, അല്ലെങ്കിൽ വലിയ ഹാമർ വെച്ച്, വലിയ ചുറ്റിക വെച്ച് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വരം, അല്ലെങ്കിൽ കംപ്രസിന് സമീപം, അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ മെഷീനുകൾക്ക് സമീപം വർക്ക് ചെയ്യുമ്പോൾ നിശ്ചിത ഡെസിബലിൽ കൂടുതൽ ശബ്ദം പുറപ്പെടുന്ന മെഷീനുകളുടെ സമീപത്ത് വർക്ക് ചെയ്യുമ്പോൾ, നിശ്ചിത ഓപ്പറേഷനുകൾ ചെയ്യുമ്പോൾ, ക്രിയകൾ ചെയ്യുമ്പോൾ, ഹാമറിംഗ് പോലുള്ള ക്രിയകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം നിങ്ങളുടെ കർണപുടങ്ങളിൽ ഏൽപ്പിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ആക്സിഡന്റ്, അപകടം ഒരു നിമിഷം കൊണ്ട് കാണാൻ പറ്റുകയില്ല. അത് വർഷങ്ങൾക്ക് ശേഷം മാത്രം അനുഭവിച്ചറിയുന്നതാണ്. അവിടെ ഉപയോഗിക്കാവുന്ന ഇയർ പ്ലഗുകളോ അല്ലെങ്കിൽ സേഫ്റ്റി ഗോഗിൾസോ അല്ലെങ്കിൽ മാസ്കോ ഞാൻ മുമ്പേ പറഞ്ഞ PPEയിൽ വരുന്നില്ല. കാരണം അത് ഞാൻ പറഞ്ഞ 4 PPEകൾ മണ്ടേറ്ററി PPE മാത്രമാണ്, കർശനമായും ഉപയോഗിക്കേണ്ട PPE മാത്രമാണ്. ഈ പറഞ്ഞ ഇയർ പ്ലഗോ അല്ലെങ്കിൽ മാസ്കോ അതൊക്കെ ഓക്സിലറി PPE എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് ആവശ്യമായ ഘടകങ്ങളിലാണ്. അപ്രകാരമുള്ള ഓക്സിലറി PPE വേറെ പലതുമുണ്ട്. സേഫ്റ്റി ഹാർനസ് ഓക്സിലറി PPE ആണ്. ഏപ്രൺ, സ്ലീവ്സ്, അപ്രകാരമുള്ള കാര്യങ്ങൾ. അതോടൊപ്പം കെമിക്കലുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന പ്രത്യേകതരം ഗ്ലൗസുകൾ, അതൊക്കെ ഓക്സിലറി PPEകളാണ്. അപ്പോൾ ഈ 4 PPEകളെ കുറിച്ച് ഓർക്കുക. അടുത്ത എപ്പിസോഡിൽ ഈ ഓരോ PPEകളെ കുറിച്ചും ഞാൻ വിശദമായി പറയാം. സേഫ്റ്റി ഹെൽമെറ്റിന്റെ പ്രത്യേകതകളെയും അതോടൊപ്പം ഗോഗിൾസിനെ കുറിച്ചും, സേഫ്റ്റി കവറോളിനെ കുറിച്ചും, സേഫ്റ്റി ഷൂവിനെ കുറിച്ചും പറയാം. പിന്നീട് ഓക്സിലറി PPEകളെ കുറിച്ച് പറയാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കഥ പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം. കഥ മറ്റൊന്നുമല്ല, നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, അപകടങ്ങൾ ഇവിടെ ഒന്നുമല്ല സംഭവിക്കുന്നത്, അങ്ങ് ദൂരെ അന്യ ജില്ലയിലാണ്, അന്യ സംസ്ഥാനത്താണ്, അന്യരാജ്യത്താണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അവർക്ക് വേണ്ടി മാത്രമായിട്ടാണ്. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾ മരിച്ചുവല്ലോ, ഒരു ശുചീകരണ തൊഴിലാളി മരിച്ചുവല്ലോ. യഥാർത്ഥത്തിൽ അത് മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ കോർപ്പറേഷനും പഴികേട്ടു, റെയിൽവേയും പഴികേട്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷനും സുരക്ഷയെക്കുറിച്ചറിയില്ല, റെയിൽവേക്കും ഒരു പരിധിയിൽ കവിഞ്ഞ സുരക്ഷയെക്കുറിച്ച് അറിവില്ല. അവർക്ക് പിന്നെ എന്താ അറിവുള്ളത്? അവർക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചില അറിവുകളുമായി ജീവിക്കുന്നതിന്റെ ഫലമാണ്. അവർ ജോലി കൊടുക്കുന്നു എന്നതല്ലാതെ, ശുചീകരണ തൊഴിലാളികൾക്കും മറ്റു തൊഴിലാളികൾക്കും ജോലി കൊടുക്കുന്നു എന്നതല്ലാതെ ഏതെങ്കിലും ഒരു TBT കേട്ടുകൊണ്ട് അല്ലെങ്കിൽ കേൾപ്പിച്ചുകൊണ്ട് അവരെ ജോലി തുടങ്ങിക്കുകയല്ല. സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം കേരളത്തിലുള്ള ജനങ്ങൾക്ക് കുറവാണ്. അപ്പൊ അപ്രതീക്ഷിതമായിട്ട് ആമയിഴഞ്ചാൻ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു ശുചീകരണ തൊഴിലാളി മുങ്ങി മരിക്കുകയാണ് ചെയ്തത്. അത് സാധാരണ ഒരു തോട് മാത്രമാണ്. അപകടം എവിടെ നിന്ന് വരുന്നുവെന്നോ എങ്ങോട്ടേക്ക് പോകുന്നുവെന്നോ അറിയുന്നില്ല. രാവിലെ വന്ന് ജോലി തുടങ്ങുന്നത് ഓരോരുത്തരും സ്വന്തം വയറ് നിറയ്ക്കാനും സ്വന്തം കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളുടെ വയറ് നിറയ്പ്പിക്കാനും വേണ്ടിയാണ്. അതിന് പകരമായിട്ട് വീട്ടിലേക്ക് സന്തോഷപൂർവ്വം വൈകുന്നേരം വീട്ടിൽ ചെന്നെത്തുന്നതിന് മുമ്പ് സ്വം എന്ന സിനിമയിൽ കാണിക്കുന്നത് പോലെ അവിടുത്തെ മുഖ്യ കഥാപാത്രങ്ങളിൽ ഒന്നായ ആ വീട്ടിലെ കുഞ്ഞുമകൻ
ജോലിക്ക് വേണ്ടി പോയി ശവമായി തിരിച്ചു വരുന്ന ഒരു രംഗം നാം കാണുന്നുണ്ട്. ഒരിക്കലും നാം നമ്മുടെ നെഗ്ലിജൻസ്, നമ്മുടെ അവഗണന മൂലം നാം ഒരു കുഞ്ഞ് അപകടത്തിൽ പോലും ചെന്നപ്പെടരുത്. പെട്ടെന്ന് കാണുന്ന അപകടം ഒന്നും വർഷങ്ങൾക്ക് ശേഷം അപകടം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വർഷങ്ങൾക്ക് ശേഷം കാണുന്ന അപകടത്തിന്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ചെവി കേൾക്കാൻ പറ്റാത്ത അവസ്ഥ, ശ്വാസകോശങ്ങൾക്ക് ഉണ്ടാകുന്ന രോഗാവസ്ഥ ഒക്കെ പറഞ്ഞത്. അപ്പോൾ കാണുന്ന അപകടം, വിസിബിൾ ആയിട്ടുള്ള ദൃശ്യമായിത്തീരുന്ന അപകടം എന്താണ്? കൈമുറിഞ്ഞാൽ അപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഒരാൾ മുകളിൽ നിന്ന് താഴേക്ക് വീണാൽ അപ്പോൾ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആർക്കും അപകടമുണ്ടാവാതെ ജോലി ചെയ്യുക. അത് ഇന്ന് മാത്രമല്ല, എന്നും ജോലി ചെയ്യുക. സേഫ്റ്റിയാൽ നിറഞ്ഞ, സുരക്ഷയാൽ നിറഞ്ഞ ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ. എൻ്റെ എല്ലാ TBTകളും ടൂൾ ബോക്സ് ടോക്കുകളും ഞാൻ അവസാനിപ്പിക്കുന്നത് ഹാവ് എ സേഫ് ഡേ എന്ന് പറഞ്ഞാണെന്ന് നിങ്ങൾക്കറിയാം. അതായത് അതിന്റെ അർത്ഥം പറഞ്ഞു തരേണ്ടതില്ല, പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഹാവ് എ സേഫ് ഡേ ആയിരിക്കണം. ഇന്നത്തെ ദിവസം സുരക്ഷിതമായ ദിവസമായിരിക്കണം എന്നുള്ള ആശംസയോടെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഓർത്തിരിക്കുക, അത് ഈ ചെവിയിൽ കൂടി കേട്ട് മറ്റു ചെവിയിൽ കൂടി കളയാനുള്ളതല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സുരക്ഷിതമായ ദിവസമാവട്ടെ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് ഹാവ് എ സേഫ് ഡേ.